നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി രജത ജൂബിലി നിറവിൽ. ജൂബിലി വത്സര പരിപാടികൾ കുന്നോത്ത് സെമിനാരിയിൽ വെച്ച് നടന്നു. ഓണച്ചന്തകൾ ഇന്നു മുതൽ. സപ്ലൈകോയിൽ അരിക്കും പരിപ്പിനും വില കൂട്ടി. ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ഇരയായവർക്ക് ജാതിമത ഭേദമില്ലാതെ സഹായം. വിലങ്ങാട് സന്ദർശിച്ച മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ. യുഎസിലെ സ്കൂളിൽ വെടിവെപ്പ്, 4 പേർ കൊല്ലപ്പെട്ടു, 9 പേർക്ക് പരിക്കേറ്റു. പെൻഷൻ ഉൾപ്പെടെ നഷ്ടപ്പെടും. കൂറുമാറ്റം തടയാൻ നിയമ ഭേദഗതിയുമായി ഹിമാചൽ സർക്കാർ. വാർത്തകൾ വിശദമായി. സീറോ മലബാർ സഭയുടെ മലബാറിലെ വൈദിക പരിശീലന കേന്ദ്രമായ ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി രജത ജൂബിലി വർഷത്തിലേക്ക്. ജൂബിലി വത്സര ഉദ്ഘാടനം സെമിനാരിയിൽ നടന്നു. സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടലിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് മറ്റ് ആഘോഷ പരിപാടികളും നടന്നു. സമ്മേളനത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി അധ്യക്ഷത വഹിച്ചു. ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി റെക്ടർ ഫാദർ ജേക്കബ് ചാണിക്കുഴി, ആർച്ച് ബിഷപ്പ് എമിരിറ്റസ് മാർ ജോർജ് വലിയമറ്റം, കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ, നസ്രത്ത് സന്യാസിനി സമൂഹത്തിന്റെ മദർ ജനറൽ സിസ്റ്റർ ജസീന്ത എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് നല്ല ഇടയനായ ക്രിസ്തു നമ്മുടെ മുൻപിൽ നിൽക്കുന്നു, അവൻ ആരുടെയും കണ്ണുനീർ വീഴ്ത്തിയില്ല, മറിച്ച് സ്വന്തം രക്തം ബലിയായി കൊടുത്ത് നല്ല ഇടയനായി മാറി എന്ന സമ്മേളനത്തിൽ തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ വർക്കി വിധേയത്തിൽ 2000 സെപ്റ്റംബർ 1 പുറപ്പെടുവിച്ച കാനോനിക വിജ്ഞാപനം വഴിയാണ് സെമിനാരി സ്ഥാപിതമായത്. തലശ്ശേരി ആർച്ച് ബിഷപ്പായിരുന്ന മാർ ജോർജ് വലിയമറ്റം കുന്നോത്ത് സാന്തോം എസ്റ്റേറ്റിൽ നിന്ന് ദാനമായി നൽകിയ 20 ഏക്കർ സ്ഥലത്താണ് സെമിനാരി നിർമ്മിച്ചത്. നസ്രത്ത് സിസ്റ്റേഴ്സ് താൽക്കാലികമായി നൽകിയ കെട്ടിടത്തിലാണ് ആദ്യത്തെ 2 വർഷങ്ങളിൽ സെമിനാരി പ്രവർത്തിച്ചത്. 2003 ജൂലൈ 18 മുതൽ സ്വന്തം കെട്ടിടത്തിൽ സെമിനാരി പ്രവർത്തനം ആരംഭിച്ചു. വിവിധ ഘട്ടങ്ങളിലായി നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ 2023 ജൂൺ മാസത്തിൽ പൂർത്തിയായി. സീറോ മലബാർ സിനഡ് നിയോഗിക്കുന്ന മെത്രാൻമാരുടെ 3 അംഗ സമിതിയാണ് സെമിനാരിയുടെ ഉന്നത നേതൃത്വം. തലശ്ശേരി അതിരൂപതയുടെ മെത്രാപ്പോലിത്തമാരായിരുന്ന മാർ ജോർജ് വലിയമറ്റം, മാർ ജോർജ് ഞറളക്കാട്ട് എന്നിവർ ഇക്കാലഘട്ടത്തിൽ സെമിനാരിയുടെ പുരോഗതിയിൽ നിർണായകമായ പങ്കുവഹിച്ചു. ഫാദർ ജോസഫ് കുഴിഞ്ഞാലിൽ, ഫാദർ ജോർജ് പുളിക്കൽ, ഫാദർ തോമസ് ആനിക്കുഴിക്കാട്ടിൽ, ഫാദർ എമ്മാനുവേൽ ആട്ടിൽ എന്നിവർ സെമിനാരിയുടെ റെക്ടർമാരായിരുന്നു. മാർ ജോസഫ് പാംപ്ലാനി ചെയർമാനും മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ, മാർ പീറ്റർ കൊച്ചുപുരയ്ക്കൽ എന്നിവർ അംഗങ്ങളുമായ സിനഡിൽ കമ്മീഷനാണ് സെമിനാരിയുടെ ഇപ്പോഴത്തെ ഉന്നത അധികാര സമിതി. ഫാദർ ജേക്കബ് ചാണിക്കുഴിയാണ് റെക്ടർ. സെമിനാരിയുടെ തത്വശാസ്ത്ര വിഭാഗം പൂനെയിലെ ജ്ഞാനദീപ വിദ്യാപീഠവുമായും ദൈവശാസ്ത്ര വിഭാഗം കോട്ടയത്തെ പൗരസ്ത്യ വിദ്യാപീഠവുമായും അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നു. ഇതിനോടകം 386 വൈദികരാണ് ഇവിടെ പരിശീലനം നേടിയിട്ടുള്ളത്. ഇപ്പോൾ 175 വിദ്യാർത്ഥികളും 15 വൈദികരുമാണ് ഇവിടെയുള്ളത്. ജൂബിലി വർഷത്തിൽ അന്തർദേശീയ സെമിനാറുകൾ, ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ പ്രസിദ്ധീകരണം, സാമൂഹ്യക്ഷേമ പദ്ധതികൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, വിവിധ മേജർ സെമിനാരികളെ ഉൾപ്പെടുത്തി കലാസാഹിത്യ മത്സരങ്ങൾ, കായികമേള എന്നിവ വിഭാവന ചെയ്തു. ഈ മലബാറിന്റെ മണ്ണില് ഒരു മേജർ സെമിനാരി എന്ന സങ്കല്പം യാഥാർത്ഥ്യമായതിൻ്റെ 25 വർഷമാണിത്. തീർച്ചയായും ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി എന്നത് ഏറെ അർത്ഥപൂർണമായ ഒരു സെമിനാരി പരിശീലന കേന്ദ്രമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുക. ഇതിൻ്റെ ആരംഭം മുതൽ ഇവിടുത്തെ ഒരു അധ്യാപകനായിരുന്നതിൻ്റെ അനുഭവ പരിജ്ഞാനത്തിൽ എനിക്ക് പറയാൻ സാധിക്കും, ഈ മേജർ സെമിനാരി സഭയ്ക്ക് നൽകുന്ന സംഭാവനകൾ വളരെ നിസ്തുലമാണ്. സെമിനാരി വിദ്യാർത്ഥികൾക്കൊക്കെയും വ്യക്തിപരമായ അറ്റൻഷൻ നൽകിക്കൊണ്ട് സെമിനാരി പരിശീലനത്തിന് പുതിയ ദിശാബോധം നൽകാൻ ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ പേര് അന്വർത്ഥമാക്കുമാർ സഭയ്ക്ക് അനുഗ്രഹമാകുന്ന നല്ല ഇടയന്മാരെ രൂപപ്പെടുത്തിയെടുക്കാൻ ഈ കഴിഞ്ഞ ദശാബ്ദങ്ങളിൽ ഈ മേജർ സെമിനാരിക്ക് കഴിഞ്ഞു എന്നുള്ളത് സഭ ഏറെ സന്തോഷത്തോടെയും കൃതജ്ഞതയോടെയും അനുസ്മരിക്കുന്ന സത്യമാണ്. ജൂബിലി ആഘോഷങ്ങളുടെ തുടക്കം മാത്രമാണ് ഇന്ന്. ഈ ഒരു വർഷം ജൂബിലി വർഷവുമായി ബന്ധപ്പെട്ട് പുതിയ പ്രവർത്തനങ്ങളോ പദ്ധതികളൊക്കെ മേജർ ഈ സെമിനാരിയിൽ. ജൂബിലി ആഘോഷത്തിന്റെ തുടക്കം മാത്രമാണ് ഇന്ന്. അത് സംബന്ധിച്ച് വിവിധങ്ങളായ കർമ്മ പദ്ധതികൾ ജൂബിലി കമ്മിറ്റി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അത് വിവിധ പഠന മേഖലകളിലുണ്ടാകും, സിമ്പോസിയങ്ങൾ, പഠനങ്ങൾ, അതോടൊപ്പം തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലുണ്ടാകും. സെമിനാരിക്കാരുടെ വ്യക്തിപരമായ കഴിവുകളെ വളർത്തിയെടുക്കുന്നതിനുള്ള കർമ്മ പദ്ധതികളുണ്ട്. വിവിധങ്ങളായ പദ്ധതികൾ ക്രോഡീകരിച്ചുകൊണ്ടാണ് ഈ ജൂബിലി ആഘോഷം ക്രമീകരിച്ചിരിക്കുന്നത്. താങ്ക് യു. തലശ്ശേരി അതിരൂപതയുടെ എമിരിറ്റസ് ആർച്ച് ബിഷപ്പ് മാർ ജോർജ് മലയറ്റം പിതാവ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ ചേരുകയാണ്. കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി
ജൂബിലി വർഷം ആരംഭിക്കുന്നു എന്ന രീതിയിൽ ഒത്തിരി സന്തോഷമുണ്ട്. ജൂബിലി എപ്പോഴും ദൈവം നമുക്ക് നൽകിയുള്ള അനുഗ്രഹങ്ങളെ ഓർക്കുന്നതിനും അവിടുത്തെ അനുഗ്രഹങ്ങൾ നന്ദി പറയുന്നതിനും നമ്മുടെ ഭാഗത്ത് വന്നിവിടെ കുറവുകൾക്ക് മാപ്പ് ചോദിക്കുന്നതിനും ഭാവിയിൽ ദൈവത്തിന് ഇഷ്ടമനുസരിച്ചെല്ലാം പ്രവർത്തിക്കുന്നതിന് തീരുമാനമെടുക്കുന്നതുമായ ഒരു അവസരമാണ്. ഈ കുട്ടപ്പേട് മഞ്ഞൾ സെമിനാരി ദൈവത്തിൻ്റെ പ്രത്യേകമായിട്ടുള്ള പരിപാലനയിലൂടെ ഒരു അടയാളമണി കാണുന്നു. മലബാറിലേക്ക് കുടിയേറിയ കാലത്ത് ഒന്നുമില്ലാത്തൊരു സാഹചര്യത്തിലാണ് അഭിമന്യ വെള്ളോപ്പള്ളി പിതാവ് ഈ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് സ്ഥാനമെടുക്കുന്നത്. എല്ലായ്മയിൽ നിന്നും ഇന്ന് ഒരു വലിയ അതിരൂപതയായിട്ട് ഈ രൂപത വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഈ സെമിനാരി ആരംഭിക്കുന്ന അവസരത്തിൽ നമുക്ക് ഒന്നുമില്ലായിരുന്നു. ഇല്ലായ്മയിൽ നിന്നാണ് സിറോ മലബാർ സഭയുടെ സിനഡിൻ്റെ അനുവാദത്തോടുകൂടി ഈ സെമിനാരിക്ക് പ്രാരംഭം കുറിച്ചത്. ദൈവത്തിൻ്റെ പരിപാലനയിലുള്ള നമ്മുടെ വിശ്വാസം ഫലമണിഞ്ഞ് കാണുന്നതിൽ ദൈവത്തിന് പ്രത്യേകമായിട്ടൊരു പരിപാലനം നമ്മൾ മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത്. നമ്മളോട് ഇപ്പോൾ ചേർന്നത് അഭിവന്യ മാർ ജോസഫ് പണ്ടാരശ്ശേരി പിതാവാണ്. കുന്നോത്ത് മേജർ സെമിനാരിയുടെ രജത ജൂബിലി ആഘോഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും വലിയ സന്തോഷമാണ്. കാരണം സിറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ മലബാറിലുള്ള ഒരു മേജർ സെമിനാരിയാണ് ഈ കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരി. അനേകം വൈദികർക്ക് സഭയ്ക്ക് സേവനം ചെയ്യാനും ശുശ്രൂഷ ചെയ്യാനും ഈ മേജർ സെമിനാരി പരിശീലനത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. ഇനിയും ആഗോള സഭയ്ക്കും സിറോ മലബാർ സഭയ്ക്കും നല്ല വൈദികരെ വാർത്തെടുക്കുവാൻ തക്കവണ്ണം കൂടുതൽ വൈദികർ നമ്മുടെ ഈ സെമിനാരിയിൽ നിന്ന് പരിശീലനം ലഭിച്ച് ഈ സഭയ്ക്ക് ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗുഡ് ഷെപ്പേർഡ് മേജർ സെമിനാരിയുടെ രണ്ടാമത്തെ റെക്ടറായ ഫാദർ ജിയോ പുളിക്കലച്ച് നമ്മളോടൊപ്പം ചേരുകയാണ്. വളരെ സന്തോഷമുണ്ട് നമ്മുടെ സെമിനാരി വളർന്ന് ജൂബിലി വർഷത്തിലെത്തി എന്ന് അറിയുന്നതിൽ. വെറുതെ ജൂബിലി വർഷത്തിലെത്തുക മാത്രമല്ല, സെമിനാരിയുടെ കൺസ്ട്രക്ഷനെ സംബന്ധിച്ചിടത്തോളം ഏറെക്കുറെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയായി, എല്ലാ കെട്ടിടങ്ങളും പൂർത്തിയായി. ഞാൻ സെമിനാരിയുടെ ചാർജ് എടുക്കുന്നത് 2004 2004 മുതൽ 5 വർഷം സെമിനാരിയുടെ ചാർജ് ഉണ്ടായിരുന്നു. രണ്ടാമത്തെ റെക്ടറാണ് ഞാൻ. അന്ന് വേണ്ടത്ര സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, കൂടുതൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും ഒക്കെ ഉണ്ടായിരുന്നു. എങ്കിലും അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ എൻ്റെ മുൻ റെക്ടറായ സെമിനാരിയുടെ ഫൗണ്ടർ റെക്ടറായ കുഴിഞ്ഞാലച്ചനെല്ലാം ശരിപ്പെടുത്തിയിരുന്നു. നമ്മുടെ ഈ ജൂബിലി ആഘോഷ പരിപാടികളുടെ കൺവീനർ ഇപ്പോൾ നമ്മളോട് ചേരുകയാണ്. അബ്രഹാം നെല്ലിക്കിളച്ചനാണ്. അച്ഛാ, ഈ ജൂബിലി ആഘോഷങ്ങൾ ഇവിടെ വളരെ ഭംഗിയായിട്ട് നടത്തുന്നു. അപ്പോൾ അച്ഛനെ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ സംഘാടന പരിപാടികൾ എങ്ങനെയൊക്കെയാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒന്ന് ഗുഡ്നസ് വീക്കുണ്ടെന്ന് പറയാമോ? ശരിക്കും ഞങ്ങളുടെ ജൂബിലിയുടെ ആരംഭമാണിന്ന്, ഇനോഗ്രേഷനാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു വർഷത്തേക്ക് നന്നായിട്ട് ഒരുങ്ങുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ആത്മീയമായിട്ടൊരുക്കമുണ്ട്, ഭൗതികമായ ഒരുക്കങ്ങളുണ്ട്. ഇന്നതിൻ്റെ ഇനോഗ്രേഷൻ നടത്തുകയാണ്. പിതാക്കന്മാർ 4 പേര് എന്തായാലും എത്തിയിട്ടുണ്ട്. അഭിമന്യ തട്ടിൽ പിതാവുണ്ട്, പമ്പളാനി പിതാവുണ്ട്, വലിയമറ്റം പിതാവുണ്ട്, പണ്ടാശ്ശേരി പിതാവുണ്ട്. കമ്മീഷൻ മെമ്പേഴ്സാണ് അവർ. തട്ടിൽ പിതാവിൻ്റെ സാന്നിധ്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ്. ഇപ്പോൾ നമ്മളോട് ചേരുന്നത് സെമിനാരി റെക്ടറേഷനായിരിക്കുന്ന ജേക്കബ് ചാണക്കുടിച്ചാണ് നമ്മളോട് ചേരുന്നത്. അച്ഛാ, ഈ സന്തോഷ നിമിഷത്തിൽ അച്ഛന് ഈ സെമിനാരിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ ജൂബിലിയെക്കുറിച്ചും ഒരു ആശംസ, ഒരു വാക്ക് പറയാമോ? ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈശോയോടൊപ്പം ജൂബിലി ആഘോഷിക്കാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. കത്തോലിക്ക സഭ 2024-25 ഈശോയുടെ സഹസ്രോത്ര സിൽവർ ജൂബിലി ആഘോഷിക്കുകയാണ്. 2025 വാർഷികം ഈശോയുടെ ജനിച്ചതിൻ്റെ. അപ്പം നല്ലിടയനായ ഈശോയുടെ പേരിലാണ് ഈ സെമിനാരി സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. ഈ നല്ലിടയനായ ഈശോയുടെ കൈപിടിച്ച് ഈ നല്ലിടയൻ സെമിനാരി ജൂബിലി ആഘോഷിക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള അനുഗ്രഹീതമായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കുന്നോത്ത് മേജർ സെമിനാരിയുടെ ഈ സിൽവർ ജൂബിലി ഉദ്ഘാടനം ചെയ്ത വേളയിൽ അച്ഛൻ എന്ത് തോന്നുന്നു? അച്ഛന്റെ മനസ്സിൽ വരുന്ന ചിന്തകളൊന്ന് പങ്കുവയ്ക്കാമോ? കുന്നോത്ത് ഗുഡ് ഷെപ്പേർഡ് സെമിനാരി സിറോ മലബാർ സഭയുടെ അഭിമാനമാണ്. അതിലുപരി തലശ്ശേരി അതിരൂപതക്കാർക്ക് ഒരു വികാരം തന്നെയാണിത്. സിറോ മലബാർ സഭയുടെ ചൈതന്യവും പാരമ്പര്യവും വിശ്വാസ ആഴങ്ങളും സമൂഹത്തിന് പടർത്തി കൊടുക്കേണ്ടത് ഈ സഭയിലെ വൈദികരുടെ ഉത്തരവാദിത്തമാണ്.
നല്ല വൈദികര്, നല്ല ഇടയന്മാരുണ്ടായാലേ ദൈവജനത്തിന് അവരാഗ്രഹിക്കുന്ന വിധത്തിൽ വിശ്വാസത്തിൽ ആഴപ്പെട്ട് വളരുവാൻ സാധിക്കുകയുള്ളൂ. ഈ സഭയുടെ ഒരു പ്രത്യേകതയാണ് ഈ സഭയിൽ ധാരാളം നല്ല വിശുദ്ധരായ വൈദികരുണ്ടെന്നുള്ളത്. അതിന് കാരണമാകുന്നത് നല്ല സെമിനാരികളാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുവാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഹൈക്കോടതി. വനിതാ ജഡ്ജി അടങ്ങുന്ന പ്രത്യേക ബെഞ്ചായിരിക്കും ഹർജികൾ കേൾക്കുകയെന്ന് ഹൈക്കോടതി ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ അപ്പീൽ പരിഗണിക്കുമ്പോഴാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് തീരുമാനം പ്രഖ്യാപിച്ചത്. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ഹർജികൾ വനിതാ ജഡ്ജി ഉൾപ്പെട്ട പ്രത്യേക ബെഞ്ചായിരിക്കും പരിഗണിക്കുക. സജിമോൻ പാറയിലിന്റെ ഹർജിയും ഇനി ഈ ബെഞ്ചായിരിക്കും പരിഗണിക്കുക. വിഷയത്തിന്റെ ഗൗരവം കൂടി പരിഗണിച്ചാണ് ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ സമർപ്പിക്കാൻ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു. റിപ്പോർട്ടിലെ ആരോപണങ്ങളിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പായിച്ചീറ നവാസ് നൽകിയ പൊതു താൽപര്യ ഹർജിയിലായിരുന്നു ഈ നിർദ്ദേശം. വരുന്ന 10-ന് സർക്കാരിന്റെ മറുപടിക്കായി കേസ് പരിഗണിക്കുക പുതിയ ബെഞ്ചാകും. ഇതടക്കം ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികളെല്ലാം പുതിയ ബെഞ്ചിന്റെ പരിഗണനയിലേക്ക് വരും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ മൊഴികളെ അടിസ്ഥാനമായി CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പൊതു താൽപര്യ ഹർജിയും ഇതിൽ പരാമർശിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ക്രൈം എഡിറ്റർ TP നന്ദകുമാറിന്റെ ഹർജിയും കോടതി പരിഗണനയിലുണ്ട്. ഇനി ഈ ഹർജികളെല്ലാം പ്രത്യേക ബെഞ്ചാകും പരിഗണിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം പുറത്തുവിടണമെന്നും കൃത്യമായ അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടുള്ള ഹർജിയും ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. വിവാദമായ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സെപ്റ്റംബർ 9-ന് മുൻപ് സർക്കാർ ഹൈക്കോടതിക്ക് കൈമാറും. റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപത്തിന് പുറമെ മൊഴിപ്പകർപ്പുകൾ, റിപ്പോർട്ടിന്റെ പിന്നാലെ സർക്കാർ സ്വീകരിച്ച നടപടികൾ, ആരോപണങ്ങൾ അന്വേഷിക്കാൻ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘത്തെ പറ്റിയുള്ള വിവരങ്ങൾ, ഇതിലെ കേസുകൾ എന്നിവയാണ് കോടതിക്ക് കൈമാറുക. ഓഗസ്റ്റ് 22-നായിരുന്നു റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം കൈമാറണമെന്ന് ഹൈക്കോടതി ഉത്തരവിട്ടത്. മുദ്രവെച്ച കവറിൽ സമർപ്പിക്കണമെന്ന് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് A. മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് എസ് മനു എന്നിവരുടെ ബെഞ്ചാണ് നിർദ്ദേശം നൽകിയത്. നടപടിയെടുത്തില്ലെങ്കിൽ കമ്മിറ്റി രൂപവൽക്കരിച്ചത് പാഴ്വേലയാവുമെന്നും കോടതി പറഞ്ഞിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിൽ പരിമിതിയുണ്ടെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. സർക്കാർ രൂപവൽക്കരിച്ച കമ്മിറ്റിയാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. രഹസ്യ സ്വഭാവം ഉറപ്പാക്കുമെന്ന ധാരണയിലാണ് പലരും മൊഴി നൽകിയത്. എന്നാൽ സർക്കാർ വാദം പൂർണ്ണമായും തള്ളിക്കളഞ്ഞതോടെയാണ് റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവെച്ച കവറിൽ നൽകാൻ കോടതി നിർദ്ദേശിച്ചത്. എടവണ്ണയിൽ പോലീസ് ഉദ്യോഗസ്ഥൻ ASI ശ്രീകുമാർ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വെളിപ്പെടുത്തലുകളുമായി സുഹൃത്ത് രംഗത്ത്. മരിക്കുന്നതിന് തലേ ദിവസം പോലീസ് സേനയിൽ നിന്നും നേരിട്ട ബുദ്ധിമുട്ടുകൾ ശ്രീകുമാർ തന്നോട് പറഞ്ഞിരുന്നുവെന്ന് സുഹൃത്തായ എടവണ്ണ സ്വദേശി നാസർ പറഞ്ഞു. എടവണ്ണ സ്വദേശിയായ ശ്രീകുമാർ 2021 ജൂൺ 10-നാണ് ആത്മഹത്യ ചെയ്തത്. അതേസമയം മുൻ SP സുജിത് ദാസിനെതിരെ നിരവധി ആരോപണങ്ങളാണ് ഉയർന്നുവരുന്നത്. PV അൻവർ MLAയും സുജിത് ദാസിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. പിടികൂടുന്ന പ്രതികളെ മർദ്ദിക്കാൻ ഉയർന്ന ഉദ്യോഗസ്ഥർ നിർബന്ധിക്കാറുണ്ടായിരുന്നുവെന്ന് ശ്രീകുമാർ പറഞ്ഞിരുന്നു. അത് ചെയ്യാതെ വന്നപ്പോൾ സ്ഥലം മാറ്റിയും അവധി നൽകാതെയും മുൻ SP സുജിത് ദാസാണ് ബുദ്ധിമുട്ടിച്ചതെന്ന് ശ്രീകുമാർ പറഞ്ഞതായി നാസർ പറയുന്നു. ആത്മഹത്യ ചെയ്തെന്ന് ശ്രീകുമാറിന്റെ പുസ്തകത്തിൽ നിന്ന് ചില പേപ്പർ പോലീസ് കീറിക്കൊണ്ടുപോയി. ആത്മഹത്യക്കുറിപ്പാണ് പോലീസ് കീറിക്കൊണ്ടുപോയതെന്ന് കരുതുന്നു. ജീവിതത്തിൽ താൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിന്റെ കാരണം ഡയറിയിൽ എഴുതി വയ്ക്കുമെന്ന് ശ്രീകുമാർ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ആരോപണവുമായി വീട്ടമ്മ രംഗത്തെത്തിയിരുന്നു. മലപ്പുറം SP-യുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരം മുറിച്ചുവെന്ന ആരോപണത്തിലാണ് ക്യാമ്പ് ഓഫീസിന് സമീപത്ത് താമസിക്കുന്ന അയൽവാസി വെളിപ്പെടുത്തൽ നടത്തിയത്. മരം മുറിച്ചു കഴിഞ്ഞ ശേഷമാണ് വീടിന് അപകട ഭീഷണിയുണ്ടെന്ന് കാണിച്ചുള്ള പരാതി പോലീസ് എഴുതി വാങ്ങിയതെന്ന് അയൽവാസിയായ ഫരീദ മാധ്യമങ്ങളോട് പറഞ്ഞു. മരമുറിയെക്കുറിച്ച് ആരെങ്കിലും ചോദിച്ചാൽ സുജിത് ദാസ് SP-ക്ക് മുമ്പ് അബ്ദുൾ കരീം SP-യുടെ കാലത്താണ് മരം മുറിച്ചതെന്ന് പറയണമെന്നും പോലീസ് പറഞ്ഞതായി ഫരീദ പറയുന്നു. PV അൻവർ MLA ആരോപണം ഉന്നയിക്കുന്ന മലപ്പുറം മുൻ SP സുജിത് ദാസിനെ വെട്ടിലാക്കുന്നതാണ് പുതിയ വെളിപ്പെടുത്തൽ. സുജിത് ദാസ് മലപ്പുറം SP ആയിരുന്നപ്പോഴാണ് മരംമുറി നടന്നതെന്നാണ് ക്യാമ്പ് ഓഫീസിന് സമീപത്ത് താമസിക്കുന്ന ഫരീദയുടെ നിർണായക വെളിപ്പെടുത്തൽ. മരം മുറിച്ചു കടത്തിയ സംഭവത്തിൽ അന്വേഷണം വേണമെന്നാണ് PV അൻവറിന്റെ ആവശ്യം. ഓണച്ചന്തകൾ ഇന്ന് തുടങ്ങാനിരിക്കെ 3 സബ്സിഡി സാധനങ്ങൾക്ക് സപ്ലൈകോ വില കൂട്ടി. അരി, പരിപ്പ്, പഞ്ചസാര എന്നിവയുടെ വിലയാണ് വർദ്ധിപ്പിച്ചത്. സർക്കാർ സഹായം ലഭിച്ചിട്ടും സപ്ലൈകോയിൽ വില വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 7 വർഷത്തിന് ശേഷമുള്ള വർധനയെന്നാണ് മന്ത്രി GR അനിൽ ന്യായീകരിച്ചത്. കുറുവാരിയുടെ വില 30 രൂപയിൽ നിന്ന് 33 രൂപയാക്കി. മട്ടയരിക്കും കിലോയ്ക്ക് 3 രൂപ കൂട്ടി. പച്ചരി വില 26 രൂപയിൽ നിന്ന് 29 രൂപയായി. തുവരപ്പരിപ്പിന്റെ വില 111 രൂപയിൽ നിന്ന് 115 രൂപയായി. പഞ്ചസാരയ്ക്ക് 6 രൂപ കൂട്ടി. 27 രൂപയായിരുന്നു ഇതുവരെയെങ്കിൽ
ഇന്ന് 33 രൂപയായി ഉയർന്നു. അതേസമയം ചെറുപയറിനും വെളിച്ചെണ്ണയ്ക്കും വില കുറച്ചിട്ടുണ്ട്. അടുത്തിടെ സർക്കാർ സപ്ലൈകോയ്ക്ക് വിപണി ഇടപെടലിന് 225 കോടി അനുവദിച്ചിരുന്നു. ഇതിൽ 150 കോടിയാണ് കൈമാറിയത്. സപ്ലൈകോയുടെ ആകെ കുടിശ്ശിക 110 കോടിയാണ്. സപ്ലൈകോ വില കൂട്ടിയത് പർച്ചേസ് വില കൂടിയത് കൊണ്ടാണെന്നാണ് ഭക്ഷ്യവകുപ്പിന്റെ വിശദീകരണം. വില കൂടിയ സാധനങ്ങൾക്ക് ഇപ്പോഴും പൊതുവിപണിയേക്കാൾ 30% വിലക്കുറവുണ്ടെന്നും ഭക്ഷ്യവകുപ്പ് പറയുന്നു. ഉൽപ്പന്നങ്ങളുടെ മാർക്കറ്റ് വിലയിലുണ്ടായ വർധനയ്ക്ക് അനുസരിച്ചുള്ള ക്രമീകരണമെന്നാണ് വിലവർധനയെ ന്യായീകരിച്ചുള്ള ഭക്ഷ്യമന്ത്രി GR അനിലിന്റെ മറുപടി. സപ്ലൈകോയെ നിലനിർത്താൻ വേണ്ടിയാണ് തീരുമാനം. ഔട്ട്ലെറ്റുകളിൽ ആവശ്യത്തിന് സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരത്ത് കിഴക്കേക്കോട്ട EK നയനാർ പാർക്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇത്തവണത്തെ ഓണം സപ്ലൈകോ ഫെയർ ഉദ്ഘാടനം ചെയ്യുക. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി GR അനിലിന്റെ അധ്യക്ഷതയിൽ നടക്കുന്ന ചടങ്ങിൽ പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ആദ്യ വിൽപ്പന നടത്തും. സെപ്റ്റംബർ 5 മുതൽ 14 വരെയാണ് ഓണം ഫെയറുകൾ സംഘടിപ്പിച്ചിട്ടുള്ളത്. ജില്ലാതല ഫെയറുകൾ സെപ്റ്റംബർ 6 മുതൽ 14 വരെ ജില്ലാ ആസ്ഥാനങ്ങളിൽ പ്രത്യേക സൗകര്യങ്ങളോടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. 13 ഇനം സബ്സിഡി സാധനങ്ങൾക്ക് പുറമെ ശബരി ഉൽപ്പന്നങ്ങൾ, മറ്റ് FMCG ഉൽപ്പന്നങ്ങൾ, മിൽമ ഉൽപ്പന്നങ്ങൾ, കൈത്തറി ഉൽപ്പന്നങ്ങൾ, പഴം, ജൈവ പച്ചക്കറികൾ എന്നിവ മേളയിൽ വിലക്കുറവിൽ വിൽപ്പന നടത്തും. ജനങ്ങൾക്ക് വലിയ ഭാരം അടിച്ചേൽപ്പിക്കുന്ന രീതിയാണോ? 44 രൂപ 46 രൂപയാണ് കിലോയ്ക്ക് പഞ്ചസാര. ഞാൻ പറഞ്ഞോട്ടെ, പഞ്ചസാരയുടെ വില 6 രൂപ കൂട്ടിയതാണോ? 46 രൂപ വിലയുള്ള പഞ്ചസാര നമ്മൾ വില നിശ്ചയിക്കുമ്പോൾ 27 രൂപയാണ് നിശ്ചയിച്ചത്. പക്ഷേ 8 മാസക്കാലം പഞ്ചസാര ഔട്ട്ലെറ്റിൽ ഇല്ലായിരുന്നല്ലോ. എന്താ കാരണം? ഒരു സ്ഥാപനത്തിനും ആ വിലയ്ക്ക് സാധനം കൊടുക്കാൻ കഴിയില്ല. മാർക്കറ്റിൽ അതിനേക്കാൾ വില കുറച്ച് തരാൻ ഒരു സ്ഥാപനവും തയ്യാറുമല്ല. അപ്പോൾ 44 രൂപ വിലയുള്ള പഞ്ചസാര 33 രൂപയ്ക്ക് കൊടുക്കുന്നത് വില വർധനമാണോ? നിങ്ങൾ സ്വയം ചിന്തിക്കുക. 44 രൂപ വിലയുള്ള പഞ്ചസാര 33 രൂപയ്ക്ക് കൊടുക്കുന്നതിലൂടെ 11 രൂപ ഉപഭോക്താവിന് ലാഭകരമാകുന്ന അവസ്ഥയിലൊരു സംവിധാനം അമേരിക്കൻ സംസ്ഥാനമായ ജോർജിയയിലെ സ്കൂളിലുണ്ടായ വെടിവയ്പിൽ 4 പേർ കൊല്ലപ്പെട്ടു. 9 പേർക്ക് പരിക്കേറ്റു. കൊല്ലപ്പെട്ടവരിൽ 2 പേർ വിദ്യാർത്ഥികളും 2 പേർ അധ്യാപകരുമാണെന്ന് അധികൃതർ അറിയിച്ചു. പരിക്കേറ്റവരെ ഹെലികോപ്റ്ററിൽ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പ്രതിയായ ഇതേ സ്കൂളിലെ വിദ്യാർത്ഥി 14-കാരനായ കോൾട്ട് ഗ്രേയെ കസ്റ്റഡിയിലെടുത്തെന്നും പ്രതിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തുമെന്നും മുതിർന്ന വ്യക്തിയായി കണക്കാക്കി വിചാരണ നടത്തുമെന്നും ജോർജിയ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ഡയറക്ടർ ക്രിസ് ഹോസെ വ്യക്തമാക്കി. ഏതുതരം തോക്കാണ് പ്രതി ഉപയോഗിച്ചതെന്നും വെടിവയ്പിലേക്ക് നയിച്ച കാരണം എന്താണെന്നും വ്യക്തമാക്കാൻ അധികൃതർ തയ്യാറായില്ല. അറ്റ്ലാന്റയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെയുള്ള സ്കൂളിലാണ് സംഭവം. ക്ലാസ് ആരംഭിച്ച് 1 മണിക്കൂർ പിന്നിട്ടപ്പോഴാണ് വെടിവയ്പുണ്ടായതെന്നാണ് റിപ്പോർട്ടുകൾ. ക്ലാസുകളിൽ നിന്ന് ഇറങ്ങിയോടിയ വിദ്യാർത്ഥികൾ സമീപമുള്ള ഫുട്ബോൾ സ്റ്റേഡിയത്തിലേക്കാണ് അഭയം തേടിയത്. സംഭവം അറിഞ്ഞതോടെ നിരവധി പേർ സ്കൂളിന് സമീപത്തെ വയലിൽ തടിച്ചുകൂടി. അപ്പലാച്ചി ഹൈസ്കൂളിൽ നിന്ന് വെടിയുതിർത്ത 14 വയസ്സുള്ള ആൺകുട്ടി ആ സ്കൂളിൽ പഠിച്ചിരുന്നോ എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ലെന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് CNN റിപ്പോർട്ട് ചെയ്തു. സംഭവ സ്ഥലത്ത് നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിരവധി പേർക്ക് പരിക്കേറ്റത്. നിലവിൽ വെടിവയ്പ് റിപ്പോർട്ട് ചെയ്തതിനു ശേഷം അവിടം കടുത്ത ലോക്ക്ഡൌണിലാണ് അപ്പലാച്ചി ഹൈസ്കൂൾ രക്ഷിതാക്കൾക്ക് അയച്ച സന്ദേശത്തിൽ പറയുന്നു. സ്ഥിതി നിയന്ത്രണത്തിലാണെന്ന് സ്കൂൾ വക്താവ് അറിയിച്ചു. വെടിവയ്പിന് മുൻപ് സ്കൂളിൽ ഭീഷണി കോളുകൾ എത്തിയെന്ന റിപ്പോർട്ടുകളെ കുറിച്ച് അറിവില്ലെന്ന് അധികൃതർ അറിയിച്ചു. പ്രസിഡന്റ് ജോ ബൈഡൻ വെടിവയ്പിനെ അപലപിച്ചു. വെടിവയ്പിനെ അർത്ഥശൂന്യമായ ദുരന്തം എന്ന് വിശേഷിപ്പിച്ച് US വൈസ് പ്രസിഡന്റും പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലെ ഡെമോക്രാറ്റിക് പാർട്ടി സ്ഥാനാർത്ഥിയുമായ കമല ഹാരിസ് അക്രമം അവസാനിപ്പിച്ചേ മതിയാകൂ എന്നും പ്രതികരിച്ചു. കൂറുമാറ്റം തടയാൻ നിയമ ഭേദഗതിയുമായി ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് സർക്കാർ. കൂറുമാറുന്ന MLA-മാർക്ക് പെൻഷൻ ഉൾപ്പെടെയുള്ള സാമ്പത്തിക ആനുകൂല്യങ്ങൾ ലഭിക്കില്ലെന്ന് ഹിമാചൽ പ്രദേശ് നിയമസഭാ ബിൽ 2024 പാസാക്കി. മുഖ്യമന്ത്രി സുഖ്വിന്ദർ സിംഗ് സുഖുവാണ് ബിൽ അവതരിപ്പിച്ചത്. 1971 നിയമസഭാംഗങ്ങളുടെ പെൻഷൻ നിയമത്തെ ഭേദഗതി ചെയ്യുന്നതാണ് പുതിയ പെൻഷൻ നിയമം. 1985 നടന്ന ഇന്ത്യൻ ഭരണഘടനയുടെ 52ാം ഭേദഗതിയിലൂടെയാണ് കൂറുമാറ്റ നിരോധന നിയമം 10ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തുന്നത്. ഭരണ സംവിധാനം സുസ്ഥിരമാക്കാനും
നിയമസഭാംഗങ്ങൾ പാർട്ടി മാറുന്നത് തടയുന്നതിനുമായാണ് നിയമം കൊണ്ടുവന്നത്. ഭരണഘടനയുടെ 10ാം ഷെഡ്യൂൾ പ്രകാരം ഏതെങ്കിലും സമയത്ത് നിയമസഭാംഗങ്ങൾ അയോഗ്യരാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിയമപ്രകാരം അവർക്ക് പെൻഷന് അർഹതയുണ്ടാകില്ല എന്നും ബിൽ ചൂണ്ടിക്കാട്ടുന്നു. ജനാധിപത്യം നിലനിർത്താൻ ബില്ല് പാസാക്കേണ്ടത് അനിവാര്യമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഈ വർഷം ആദ്യം സുധീർ ശർമ്മ, രവി താക്കൂർ, രജീന്ദർ റാണ, ഇന്ദർ ദത്ത് ലഖൻപാൽ, ചൈതന്യ ശർമ്മ, ദേവീന്ദർ കുമാർ എന്നീ കോൺഗ്രസ് MLA-മാരെ BJPക്ക് ക്രോസ് വോട്ട് ചെയ്തതിന് സ്പീക്കർ കുൽദീപ് സിംഗ് പുറത്താക്കിയിരുന്നു. ഇതോടെ നിയമസഭാംഗങ്ങളുടെ എണ്ണം 34ആയി കുറഞ്ഞത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. എന്നാൽ പിന്നീട് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വീണ്ടും 40ലേക്ക് എത്തുകയായിരുന്നു. ഇവർ പിന്നീട് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി വോട്ട് ചെയ്തിരുന്നു. 6 പേരിൽ സുധീർ ശർമ്മയും ലഖൻപാലും ഉപതെരഞ്ഞെടുപ്പിലൂടെ MLA സ്ഥാനം നിലനിർത്തിയെങ്കിലും മറ്റ് 4 പേർ പരാജയപ്പെട്ടു. വയനാട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിനിരയായ ആളുകൾക്ക് ജാതിമത ഭേദമില്ലാതെ സീറോ മലബാർ സഭയും കേരള കത്തോലിക്ക മെത്രാൻ സമിതിയും ചേർന്ന് സഹായത്തിനെത്തിച്ചേരുമെന്ന് മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ വ്യക്തമാക്കി. ഉരുൾപൊട്ടലുണ്ടായ വിലങ്ങാട് മേഖല സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അർഹരായ ആളുകൾക്ക് സഹായം നൽകുന്നതിന് ജാതിയോ മതമോ തടസ്സമാകില്ല. KCBCയുടെ നേതൃത്വത്തിൽ വയനാട് വിലങ്ങാട് മേഖലകളിൽ 100 വീടുകൾ നിർമ്മിച്ചു നൽകും. അതിനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മറ്റൊരു ഏജൻസിയെയും ഏൽപ്പിക്കാതെ സഭയുടെ കീഴിലുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ച് കുറ്റമറ്റ വീടുകൾ നിർമ്മിച്ചു നൽകും. മേജർ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ദുരിതബാധിതരുടെ ആവശ്യങ്ങൾ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. നാം കുറെ കൂടി ഒന്നാകണമെന്ന സന്ദേശമാണ് പ്രകൃതി ദുരന്തങ്ങൾ നൽകുന്നത്. ദുരന്തമുണ്ടായപ്പോൾ എല്ലാ വിഭാഗീയതകളും മറന്ന് മനുഷ്യർ ഒന്നായി. ദുരന്തമില്ലാത്ത അവസ്ഥയിലും നമുക്ക് ഒന്നാകാൻ കഴിയണമെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു. ജൂലൈ 30-നാണ് വിലങ്ങാട് ഉരുൾപൊട്ടലുണ്ടായത്. ദുരന്തത്തിൽ 18 കുടുംബങ്ങൾക്ക് വീടുകൾ പൂർണ്ണമായും നഷ്ടപ്പെട്ടു. 80ഓളം വീടുകൾക്ക് ഭാഗികമായി കേടുപാട് സംഭവിച്ചു. 4 കടകൾ നശിച്ചു. ദുരന്തത്തിൽ മഞ്ഞച്ചീളി സ്വദേശിയും മുൻ അധ്യാപകനുമായ കുളത്തിങ്കൽ മാത്യു മരിച്ചിരുന്നു. 2 ദിവസത്തെ തിരച്ചിലിനൊടുവിലാണ് മാത്യുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. മറ്റൊരു ഏജൻസിയിലെയും അത് ഏൽപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അത് കൂടുതൽ ഞങ്ങൾക്ക് തന്നെ മേൽനോട്ടം വഹിക്കാൻ സാധിക്കുമോ എന്നുള്ള ഒരു വിശ്വാസം. ഈ പ്രകൃതി ദുരന്തം നമുക്ക് സമ്മാനിച്ച ദുരന്തങ്ങൾ വളരെ വലുതാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ദുരന്തങ്ങളുടെ മുഖത്ത് മനുഷ്യ മനസ്സുള്ള എല്ലാവരും ജാതിയും മതവും രാഷ്ട്രീയമൊക്കെ മറന്ന് ഒരു കുടുംബമായിട്ട് തീർന്നു. ഒരുപക്ഷെ ഈ ദുരന്തം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് പലപ്പോഴും നമ്മൾ കുറേ കൂടെ ഒന്നിച്ച് ദൈവത്തോട് സഹകരിക്കണം, മൂല്യങ്ങളോട് സഹകരിക്കണം എന്നുള്ളതാണ്. ഇവിടുന്ന് വീരമൃത്യു വരിച്ച മാത്യു മാഷിനെ കുറിച്ചുള്ള ഓർമ്മ, ഞാൻ അദ്ദേഹത്തെ കാണുന്നത് സഹോദരങ്ങളെ സഹായിക്കുന്ന ഉദ്യമത്തിലെ ധീരരക്തസാക്ഷിത്വം വഹിച്ച ഒരു ധീര പോരാളിയായിട്ടാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ഒരുപാട് ആദരവോടുകൂടെ ഞാൻ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അതുപോലെ ഈ നാട്ടിലെ സർവ്വ മനുഷ്യരെ, ഞാൻ അച്ഛനോടൊക്കെ സംസാരിച്ചപ്പോൾ പറയുകയായിരുന്നു, എല്ലാ വിഭാഗീയതകളും മറന്ന് മനുഷ്യ ഒന്നായ ഒരു നിമിഷമായിരുന്നു ഈ ദുരന്തത്തിന് ശേഷം ഇവിടെ നടന്നത്. അത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. ഇങ്ങനെ ദുരന്തം വന്നതിന് ശേഷം അങ്ങനെ ഒന്നാകുന്നതിന് നമുക്ക് കഴിയുന്നുണ്ടെങ്കിലേ ദുരന്തമില്ലാത്ത അവസ്ഥയിലും നമുക്കങ്ങനെ ഒന്നായിട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയണമെന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന സന്മനസ്കരായിട്ടുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമുക്കുള്ളതിലൊരു ഓഹരി ഈ ദുരന്തം വിതച്ച വലിയ വിപത്തിലെ ബലിയാടുകളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങളുടെ പുനരുദ്ധാരണ പ്രവർത്തനത്തിലെ നിങ്ങൾ സന്നദ്ധതയോടുകൂടെ സഹകരിക്കണമെന്നുള്ളതാണ്. സഭയോട് ചേർന്ന് പ്രവർത്തിക്കണമെന്ന് ഞാൻ ഒരു നിർബന്ധവും പിടിക്കുന്നില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സഭയോടുകൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളെ സ്വീകരിക്കാൻ സന്തോഷമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുമായി ബന്ധപ്പെട്ട സന്നദ്ധ സമൂഹങ്ങളുമായിട്ട് അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളത് മുന്നോട്ട് വരണം. ഈ പ്രകൃതി ദുരന്തം ഒരു നിമിഷം കൊണ്ട് സംഭവിച്ചൊരു വലിയ ദുരന്തമാണ്. പക്ഷെ മറ്റൊരു നിമിഷത്തിൽ നമ്മുടെ സന്മനസ്സുകൊണ്ട് നമുക്കതിനെ പുനരുദ്ധരിക്കാൻ കഴിയും എന്നുള്ളൊരു വലിയ, ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ എന്നെ കാണാൻ വന്ന ആൾക്കൂട്ടം തന്നെ സൂചിപ്പിക്കുന്നതാണ്. നമ്മൾ ലഹരി പാർട്ടി നടത്തുന്നുവെന്ന ആരോപണത്തിൽ നടി റിമ കല്ലിങ്കൽ, സംവിധായകൻ ആഷിഖ് അബു എന്നിവർക്കെതിരെ
പ്രാഥമിക അന്വേഷണത്തിന് നിർദ്ദേശം. കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് യുവമോർച്ച നൽകിയ പരാതിയിലാണ് നടപടി എടുത്തിരിക്കുന്നത്. എറണാകുളം സൗത്ത് എസ് പിക്കാണ് അന്വേഷണ ചുമതല. WCC അംഗങ്ങൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിലും അന്വേഷണം വേണമെന്ന് ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതു മുതൽ സിനിമാ ലോകത്തുള്ള എല്ലാ സ്ത്രീകളും അപമാനിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഭാഗ്യലക്ഷ്മി കൂട്ടിച്ചേർത്തു. മോഹൻലാലിനെ വിളിച്ചു, മമ്മൂട്ടിയെ വിളിച്ചു, ഇവർക്കൊന്നും പറയാനൊന്നുമില്ലേ? ലൈംഗിക ചൂഷണം നേരിടുന്നതിനേക്കാൾ ഗുരുതരം ലൈംഗിക ചൂഷണം നേരിടുന്ന ഒരു വ്യക്തിക്ക് പോടാൻ ഇതിന്റെ സിനിമ വേണ്ടെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പോകാം. ഇതൊരു തലമുറയാണ് അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഡ്രഗ്സ് മാഫിയയെ കുറിച്ച് അല്ലേ? അത് ആരാണ് പറഞ്ഞത്? എല്ലാവർക്കും അറിയാവുന്ന ഒരു ഗായികയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഗായിക അവരുടെ മുഖം മറയ്ക്കാതെ അവർ വ്യക്തമായി അവർ പേര് പറഞ്ഞുകൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്. അവരൊരു ഊമക്കത്ത് പോലെയൊന്നും അല്ലല്ലോ അത് വിട്ടിരിക്കുന്നത്. അന്വേഷിക്കേണ്ട ഒരു വിഷയമല്ലേ രാധിക ശരത് കുമാർ പറഞ്ഞതും? മലർന്നു കിടന്ന് തുപ്പണ്ട എന്ന് പറയുന്നവർ ഇപ്പോഴും അത് ഏത് സിനിമ സെറ്റെന്നോ ആരുടെ പടമായിരുന്നു എന്നൊന്നും അവർ പറയുന്നില്ല. തമിഴ് ഗായിക സുചിത്രയാണ് റിമയ്ക്കും ആഷിക്കിനുമെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ചത്. റിമയും ആഷിക്കും നടത്തുന്ന പാർട്ടികളിൽ ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചതായി സുചിത്ര ഒരു ചാനൽ അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു. അവരുടെ പാർട്ടികളിൽ നൽകുന്ന ചോക്ലേറ്റ് പോലും കഴിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചിരുന്നതായി ഒരു സുഹൃത്ത് തന്നോട് പറഞ്ഞിരുന്നെന്നും സുചിത്ര ആരോപിച്ചു. കൊച്ചിയിലെ ഫ്ളാറ്റിൽ ലഹരി പാർട്ടി നടത്തി പെൺകുട്ടികളെ ലൈംഗിക ചൂഷണത്തിനിരയാക്കിയെന്നുമാണ് സുചിത്രയുടെ ആരോപണം. സുചിത്രയ്ക്കെതിരെ റിമ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. തൊഴിലിടത്തിലെ പരാതികളെക്കുറിച്ച് ധൈര്യത്തോടെ പ്രതികരിക്കുന്ന സ്ത്രീകൾക്ക് നേരെയുണ്ടാകുന്ന സൈബർ ആക്രമണങ്ങളെ നിയമപരമായി നേരിടുമെന്ന് WCC സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. യാതൊരു പിന്തുണയുമില്ലാതെ പരാതികൾ തുറന്നു പറഞ്ഞ് ശക്തരായി നിൽക്കുന്ന സ്ത്രീകൾക്ക് സംഘടന അഭിവാദ്യം നേർന്നു. ശക്തരാക്കിയത് വിമർശകരാണെന്നും അവർക്ക് നന്ദിയെന്നും WCCയുടെ പോസ്റ്റിൽ പറയുന്നു. ജനങ്ങളുടെ പിന്തുണയുള്ളിടത്തോളം മലയാള സിനിമയ്ക്ക് ഒന്നും സംഭവിക്കില്ലെന്ന് നടി മഞ്ജു വാര്യർ പറഞ്ഞു. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് സങ്കടകരമായ ഘട്ടമാണ്. കാർമേഘങ്ങളൊക്കെ ഒഴിയട്ടെയെന്നും മഞ്ജു പ്രത്യാശ പങ്കുവച്ചു. പ്രതിരോധം, ബഹിരാകാശം എന്നീ രംഗങ്ങളിൽ സഹകരണം വർദ്ധിപ്പിക്കുവാൻ ഇന്ത്യ ബ്രൂണൈ തീരുമാനം. ബ്രൂണൈ സന്ദർശനത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണൈ സുൽത്താൻ ഹാജി ഹസനാൽ ബോൾക്കിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം. ബ്രൂണൈ തലസ്ഥാനമായ ബന്ദർസരി ഭഗവാനിൽ നിന്ന് ചെന്നൈയിലേക്ക് നേരിട്ടുള്ള വിമാന സർവീസ് തുടങ്ങുവാനുള്ള തീരുമാനത്തെയും നേതാക്കൾ കൂടിക്കാഴ്ചയിൽ സ്വാഗതം ചെയ്തു. ഈ വർഷം അവസാനത്തോടെ വിമാന സർവീസ് തുടങ്ങുവാനാണ് തീരുമാനം. ബ്രൂണൈ തലസ്ഥാനമായ ബന്ദർസരി ഭഗവാനിൽ നിന്ന് ചെന്നൈയിലേക്ക് നേരിട്ട് വിമാന സർവീസ് ആരംഭിക്കും. നവംബർ 5-നാണ് റോയൽ ബ്രൂണൈ കമ്പനിയുടെ സർവീസ് ആരംഭിക്കുക. ബ്രൂണൈ സുൽത്താൻ മോദിയെ വരവേറ്റത് വിഖ്യാതമായ ഇസ്താന നൂറുൽ ഇമാം പാലസിലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൊട്ടാര വസതിയാണിത്. ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കൊട്ടാരത്തിൽ 1788 മുറികളുണ്ട്. 1984-ലാണ് നിർമ്മാണം പൂർത്തിയായത്. ടെലിമെട്രി, ടെലികമാൻഡ് സ്റ്റേഷനുകൾക്കായുള്ള ഉപഗ്രഹ വിക്ഷേപണ വാഹനങ്ങളുടെ പ്രവർത്തനത്തിലെ സഹകരണം സംബന്ധിച്ച ധാരണാപത്രത്തിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഫിൻടെക്, സൈബർ സുരക്ഷ, പുനരുപയോഗിക്കാവുന്ന ഊർജ്ജ സ്രോതസ്സുകൾ തുടങ്ങിയ വിഷയങ്ങളിൽ ആഴത്തിലുള്ള പഠനം നടത്താനും സഹകരണം ശക്തമാക്കാനും നേതാക്കളുടെ കൂടിക്കാഴ്ചയിൽ തീരുമാനമായി. ആദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ബ്രൂണൈയിൽ എത്തുന്നത്. ബ്രൂണൈയുമായുള്ള ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുള്ള ഇന്ത്യയുടെ അഗാധമായ ആഗ്രഹമാണ് തന്റെ സന്ദർശനമെന്ന് സുൽത്താനുമായുള്ള കൂടിക്കാഴ്ചയിൽ മോദി പറഞ്ഞു. ഭീകരവാദത്തെ അപലപിച്ച നേതാക്കൾ ആസിയാന്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും ചർച്ച നടത്തി. ബ്രൂണൈയിൽ എത്തിയ പ്രധാനമന്ത്രിക്ക് ആവേശപൂർവ്വമായ വരവേൽപ്പാണ് നൽകിയത്. വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിയെ ബ്രൂണൈ കിരീടാവകാശി സ്വീകരിച്ചു. ബ്രൂണൈയിലെ ഇന്ത്യൻ സമൂഹവും മോദിയെ വരവേറ്റു. സുൽത്താൻ ബോൾക്കിയയുടെ ഉച്ചവിരുന്നിലും അദ്ദേഹം പങ്കെടുത്തു. ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയ പരിസരത്തെ കെട്ടിടം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ഇവിടെ നിന്ന് പ്രധാനമന്ത്രി സിംഗപ്പൂരിലെത്തി. സിംഗപ്പൂർ പ്രധാനമന്ത്രി ലോറൻസ് വോങ്ങുമായി കൂടിക്കാഴ്ച നടത്തി. ഉത്തര കൊറിയയിൽ ജൂലൈയിലുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും 1000-ഓളം പേർ മരിക്കാനിടയായതിൽ രക്ഷാപ്രവർത്തനം വൈകിയെന്ന് കുറ്റപ്പെടുത്തി 30 ഉദ്യോഗസ്ഥർക്ക് വധശിക്ഷ നൽകി. കനത്ത മഴയെ തുടർന്ന് ചഗാങ് പ്രവിശ്യയിലുണ്ടായ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും 4000-ലേറെ വീടുകൾ തകരുകയും 15,000 പേർ ഭവനരഹിതരാവുകയും ചെയ്തിരുന്നു. ഉന്നത നേതാവ് കിം ജോങ് ഉൻ ഉത്തരവിട്ട ശിക്ഷാ നടപടിയുടെ ഭാഗമായി ഈ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ മാസമാണ് വധശിക്ഷ നടപ്പാക്കിയതെന്നാണ് റിപ്പോർട്ട്. ശിക്ഷാ നടപടി നേരിട്ടവരുടെ പേരുവിവരം പുറത്തുവിട്ടിട്ടില്ല. എന്നാൽ ഇക്കാര്യം നിഷേധിച്ച ഉത്തര കൊറിയയുടെ ഔദ്യോഗിക ന്യൂസ് ഏജൻസി KCNA തികച്ചും തെറ്റായ അഭ്യൂഹങ്ങൾ മാത്രമാണിതെന്ന് അറിയിച്ചു.
പ്രകൃതി ദുരന്തത്തിൽ 1000-ഓളം പേരാണ് ഉത്തര കൊറിയയിൽ മരിച്ചത്. വധിക്കപ്പെട്ട ഉദ്യോഗസ്ഥരുടെ പേര് വിവരം വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും 2019 മുതൽ ചാങ്ഗാങ് പ്രവിശ്യ പാർട്ടി കമ്മിറ്റിയുടെ സെക്രട്ടറി കാങ് ബോങ് ഹൂണും ഉൾപ്പെടുന്നുവെന്ന് ഉത്തര കൊറിയൻ സെൻട്രൽ ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തു. ജൂലൈയിലാണ് ഉത്തര കൊറിയയിൽ കനത്ത മഴ പെയ്ത് വെള്ളപ്പൊക്കമുണ്ടായത്. 4000-ലധികം വീടുകളെ ബാധിക്കുകയും 15,000 താമസക്കാരെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. കിം ജോങ് ഉൻ തന്നെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുകയും പ്രളയത്തിൽ പൂർണ്ണമായും മുങ്ങിയ സമീപ പ്രദേശങ്ങൾ പുനർനിർമ്മിക്കാനും പുനഃസ്ഥാപിക്കാനും മാസങ്ങളെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അമ്മമാർ, കുട്ടികൾ, പ്രായമായവർ, വികലാംഗരായ സൈനികർ തുടങ്ങിയ ദുർബല വിഭാഗങ്ങൾ ഉൾപ്പെടെ 15,400 പേർക്ക് പ്യോങ്യാങ്ങിൽ സർക്കാർ അഭയം നൽകി. വെള്ളപ്പൊക്കത്തിൽ മരിച്ചവരുടെ എണ്ണം കൂടുതലാണെന്ന റിപ്പോർട്ടുകൾ ഉത്തര കൊറിയൻ നേതാവ് നിഷേധിച്ചു. ഉത്തര കൊറിയയുടെ പ്രശസ്തിക്ക് കോട്ടം തട്ടാൻ വേണ്ടിയുള്ള ബോധപൂർവമായ ഭാഗമായാണ് ദക്ഷിണ കൊറിയ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.